നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ അടുത്ത ഡയറക്ടറായി കശ്യപ് പട്ടേലിനെ തിരഞ്ഞെടുത്തു. അതിൽ എന്താണിത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഒന്ന്, കശ്യപ് പട്ടേൽ ഒരു ഇന്ത്യൻ വംശജനാണ്. അതോടൊപ്പം തന്നെ കടുത്ത ഇന്ത്യൻ നിലപാടുള്ള ആളുമാണ് കശ്യപ് പട്ടേൽ. അതുകൊണ്ട് ആ നിയമനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ്. ട്രംപിൻ്റെ ക്യാബിനറ്റിൽ ചേരുന്ന രണ്ടാമത്തെ ഇന്ത്യൻ അമേരിക്കനാണ് പട്ടേൽ. തീരുമാനം പ്രഖ്യാപിച്ച ട്രംപ് ഈ കശ്യപ് പട്ടേലിനെ ഒരു മികച്ച അഭിഭാഷകനെന്നും അമേരിക്ക ഫസ്റ്റ് എന്ന അജണ്ടയുടെ വക്താവ് എന്നും വിശേഷിപ്പിച്ചു, പ്രശംസിക്കുകയും ചെയ്തു. കശ്യപ് പട്ടേലിനെ കാഷ് പട്ടേൽ എന്നാണ് പൊതുവെ എല്ലാവരും വിളിക്കുന്നത്. പട്ടേലിൻ്റെ നാമനിർദ്ദേശം FBI നേതൃത്വത്തിൽ നാടകീയമായ മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പട്ടേലിൻ്റെ നാമനിർദ്ദേശം FBI നേതൃത്വത്തിൽ നാടകീയമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൻ്റെ നയ മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്നതിന്, അതുപോലെ തന്നെ അഴിമതി തടയുന്നതിന് ഒക്കെ US നിയമനിർവഹണ ഏജൻസിയെ ട്രംപ് പരുവപ്പെടുത്തിയെടുക്കുകയാണ്. എന്നാൽ ആരാണ് ഈ കശ്യപ് പട്ടേൽ? അതാണ് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യൻ കുടിയേറ്റക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ച 44-കാരനായ കാഷ് പട്ടേൽ ഒരു പരിചയസമ്പന്നനായ അഭിഭാഷകനാണ്. പബ്ലിക് ഡിഫൻഡറായും പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൽ പ്രോസിക്യൂട്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം 60-ലധികം വിചാരണകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിൻ്റെ ഭാഗമായ ശേഷം പട്ടേലിൻ്റെ കരിയറിലെ പാത മാറി. അവിടെ അദ്ദേഹം നിരവധി പ്രധാന റോളുകൾ നിർവഹിച്ചു. 2016 തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നിരുന്നു. FBI ഈ ആഭ്യന്തര അന്വേഷണത്തിൽ പട്ടേൽ ഒരു മുതിർന്ന അഭിഭാഷകനായി പ്രവർത്തിച്ചു. 2018 അദ്ദേഹം ദേശീയ സുരക്ഷാ കൗൺസിലിൽ തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിൻ്റെ സീനിയർ ഡയറക്ടറായി പ്രവർത്തിച്ചു. ട്രംപിൻ്റെ കഴിഞ്ഞ ട്രംപ് ഭരണത്തിൻ്റെ അവസാന മാസങ്ങളിൽ ആക്ടിംഗ് ഡിഫൻസ് സെക്രട്ടറി ക്രിസ്റ്റഫർ മില്ലറുടെ ചീഫ് ഓഫ് സ്റ്റാഫായി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റവും ലഭിച്ചു. അപ്പോൾ FBI നീതിന്യായ വകുപ്പിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് നമ്മുടെ കാഷ് പട്ടേൽ എന്ന് വ്യക്തം. പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പ് പലതവണ വിവാദങ്ങളിലൊക്കെ വന്നിരുന്നു. കാരണം അദ്ദേഹം ഈ ഏജൻസികൾക്കെതിരെയൊക്കെ തുറന്ന വിമർശനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ തുറന്ന വിമർശനങ്ങൾക്ക് പേര് കേട്ടയാളാണ് കാഷ് പട്ടേൽ. കാര്യങ്ങളറിയാം, പക്ഷേ വിമർശിക്കുകയും ചെയ്യും. പലപ്പോഴും അതിൽ വലിയ അഴിമതി FBI നടക്കുന്നുവെന്നൊക്കെ അദ്ദേഹം ആരോപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ FBI പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തിരുന്നു. കടുത്ത പരിഷ്കരണം ആവശ്യമാണ് FBI എന്ന് അദ്ദേഹം വാദിച്ചു. ഈ സെൻസിറ്റീവ് സർക്കാർ രേഖകൾ തരംതിരിക്കാനും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ നവീകരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കാഷ് പട്ടേൽ ഇന്ത്യൻ താൽപ്പര്യങ്ങൾ അത് എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ ശ്രദ്ധാലുവായിരുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയമനത്തിലെ താൽപ്പര്യം. ഒരു പാശ്ചാത്യ പൊതുരീതിയിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം എപ്പോഴും ഇന്ത്യ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചു. പ്രത്യേകിച്ച് ഒരു വലിയ സന്നിഗ്ധ ഘട്ടമുണ്ടായിരുന്നു. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കങ്ങൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ നിലപാട് അദ്ദേഹം ശക്തമായി ഉയർത്തിപ്പിടിച്ചു. മാത്രവുമല്ല, അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു എന്നതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ കാഷ് പട്ടേൽ പറഞ്ഞത് ഈ ചരിത്രപരമായ ഒരു പ്രാധാന്യം അയോധ്യയുടെ പരിഗണിക്കേണ്ടതുണ്ട്. രാമക്ഷേത്രത്തിനായൊക്കെ അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ലക്ഷ്യം വെച്ച് ലോകമെമ്പാടും തെറ്റായ പ്രചരണങ്ങൾ പലതും നടക്കുന്നു എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ ഇന്ത്യയുടെ ഈ നിലപാടുകൾ വളരെയധികം ഗൗരവത്തോടെ നോക്കിക്കാണണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. ഏതായാലും പുതിയ സംവിധാനത്തിൽ അദ്ദേഹം അറ്റോർണി ജനറൽ പാം ബോണ്ടിയുടെ നേതൃത്വത്തിൽ ആണ് പ്രവർത്തിക്കേണ്ടത്.
റഷ്യക്കെതിരെ കടുത്ത നിലപാടുള്ളയാളാണ് പട്ടേൽ. അതൊക്കെ ഒരു വശത്ത്. പക്ഷേ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ വേളയിൽ അദ്ദേഹം ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത് പല കോണുകളിലും ചർച്ചയാവുകയൊക്കെ ചെയ്തു. US കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഈ രാമക്ഷേത്രത്തിനെതിരെ ചില ആശങ്കകൾ ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു. പട്ടേൽ ഈ കാഴ്ചപ്പാടുകളെ വിമർശിച്ചു. US മാധ്യമങ്ങൾ കഴിഞ്ഞ 50 വർഷങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ക്ഷേത്രത്തിന് ഒരു ചരിത്രപരമായ വേരുകളുണ്ട്, അതവർ അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹം അന്ന് ആരോപിച്ചത്. ഫെബ്രുവരിയിൽ പട്ടേൽ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ 1500കളിൽ ഉണ്ടായ ഒരു ദേവാലയത്തിൽ വേണ്ടിയാണ് അവിടെ ഹിന്ദുക്കൾ ഒരു മുന്നേറ്റം നടത്തുന്നത് എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അത് തകർക്കപ്പെട്ടുവെന്നും അങ്ങനെ ഒരു ക്ഷേത്രം തിരിച്ചു കിട്ടാൻ വേണ്ടി കഴിഞ്ഞ 500 വർഷമായി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നും ഒക്കെ ആളുകൾ മനസ്സിലാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വാഷിങ്ടൺ സ്ഥാപനങ്ങൾ ചരിത്രപരമായ ചില ഭാഗങ്ങൾ വളരെ സൗകര്യപൂർവ്വം മറക്കുന്നു എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, നരേന്ദ്രമോദിയുടെ ആശയങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ നമ്മുടെ പട്ടേൽ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയോടുള്ള അടുപ്പം ഒരുപക്ഷെ ഒരു BJP അനുകൂല നിലപാടാണ് എന്ന് വേണമെങ്കിൽ കൂടി പറയാം. ഇന്ത്യയിൽ രാമക്ഷേത്രത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ BJP അനുകൂല അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം എല്ലാ കാലത്തും എടുത്തു എന്നതാണ് പറഞ്ഞു വന്നത്. ട്രംപും മോദിയും തമ്മിൽ ചില താരതമ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരെയും ഒരു ജനവിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമം നടന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. രണ്ട് നേതാക്കളെയും പലപ്പോഴും ഇങ്ങനെ ഒരു ചിത്രീകരിക്കുന്നതിൽ ഉണ്ടായ ചില പാകപ്പിഴകളെക്കുറിച്ചും അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട്. ഏതായാലും ഈ പുതിയ ട്രംപ് ഭരണകൂടം വരുന്നതോടുകൂടി ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാകും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ BJP വളരെ ശക്തമായി ഉയർത്തുന്ന ഒരു വിഷയം ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തെ അപലപിച്ചു ട്രംപ്. മാത്രമല്ല ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള നിയമനിർമ്മാണത്തെ എതിർക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ കൂടുതൽ ഒരു BJP അനുകൂല നിലപാട് അല്ലെങ്കിൽ ഒരു മോദി ഗവൺമെൻറ്റിന് അനുകൂലമായൊരു നിലപാട് ട്രംപ് സ്വീകരിക്കുന്നതിൻ്റെ സൂചനകളായാണ് ഇതിനെ എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ ഒരു ഹിന്ദു അമേരിക്ക ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ളൊരു നിരന്തര ശ്രമം ഉണ്ടാകും എന്നൊക്കെയുള്ള ചില ചർച്ചകൾ പൊങ്ങി വരികയാണ്. ഇപ്പോൾ ദീപാവലി സമയത്ത് ട്രംപ് മറ്റൊരു പ്രഖ്യാപനം നടത്തിയത് ഈ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ മതവിരുദ്ധ അജണ്ടയിൽ നിന്ന് ഹിന്ദു അമേരിക്കക്കാരെ സംരക്ഷിക്കും എന്ന് ട്രംപ് അന്ന് വ്യക്തമാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊരു ദീപാവലി ദിനത്തിൽ നടത്തിയൊരു പ്രഖ്യാപനം. അപ്പോൾ സ്വാഭാവികമായും അത് ഒരു നിലവിലെ ഇന്ത്യൻ സർക്കാരിൻ്റെ നയങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയും മോദിയുമായുള്ള സഖ്യം ശക്തിപ്പെടുത്തണം എന്നൊരു നിലപാട് കുറേ കൂടി കടുക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത്. US ഇന്ത്യ ബന്ധങ്ങളെക്കുറിച്ച് പട്ടേലിന് വിശാലമായ ഒരു കാഴ്ചപ്പാട് തന്നെയുണ്ട്. അത് ട്രംപും അതിനോട് യോജിക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ഭീകരവാദം തടയുന്നതിൽ കടുത്ത നിലപാടുള്ളൊരു ആളാണ്. സ്വാഭാവികമായും ഇന്ത്യയും ഈ തീവ്രവാദ ശക്തികളെ ഒരു കാരണവശാലും അംഗീകരിക്കരുത് എന്ന ഒരു നിലപാട് ഇപ്പോൾ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഭീകരവാദത്തെ ചെറുക്കാനുള്ള ഒരു കൂട്ടായ പ്രയത്നം ഇരു രാജ്യങ്ങൾക്കും നടത്താൻ സംയുക്തമായി കഴിയും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കുക എന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളിയായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായും ഇന്ത്യയുടെ ഒരു പിന്തുണ കിട്ടും എന്ന പ്രതീക്ഷ. ഏതായാലും ഈ കശ്യപ് പട്ടേലും ഈ ചൈനീസ് വെല്ലുവിളിയെ സംബന്ധിച്ച് സാമ്പത്തികവും എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ആശയപരമായൊക്കെയുള്ള വെല്ലുവിളികളെക്കുറിച്ച് പലപ്പോഴും വളരെ വ്യക്തമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ത്യക്ക് അനുകൂലമായ ഒരു രീതിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യ US സാങ്കേതിക പങ്കാളിത്തത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും ഈ ബൈഡൻ ഇത് അവഗണിക്കുന്നു എന്നൊരു വിമർശനം കൂടി അദ്ദേഹം അന്ന് മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പ്രധാന വിഷയങ്ങളിൽ പട്ടേലിൻ്റെ വീക്ഷണങ്ങൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇന്ത്യ അനുകൂല നിലപാടാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാം.
പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ US ബന്ധം എന്ന് പറയുമ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്പരം ബഹുമാനം വളർത്തിയെടുക്കുന്നതിൽ ഇന്ത്യയും അമേരിക്കയും ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മാത്രവുമല്ല, ട്രംപും മോദിയും ഒരു ശക്തമായ സഖ്യമാകും എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചൈനീസ് സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ ചൈനയുടെ ഒരു പ്രാദേശികവും ആഗോളവുമായ അഭിലാഷങ്ങളെയൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ ശ്രമം വേണം എന്ന് അദ്ദേഹം നിലപാടെടുക്കുന്നു. ട്രംപിൻ്റെ നയങ്ങൾ ബൈഡനേക്കാൾ ഫലപ്രദമായിരിക്കും അതിൽ എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ പിന്തുണയും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ ഇന്ത്യ അമേരിക്കയിൽ പ്രധാനമായി ഉറ്റുനോക്കുന്നത് നമ്മുടെ ഈ കുടിയേറ്റ നയങ്ങൾ എങ്ങനെ നമ്മുടെ രാജ്യത്തെ ബാധിക്കും എന്നതാണ്. അപ്പോൾ അതിൽ വളരെ ക്രിയാത്മകമായൊരു നിലപാടാണ് ഈ പട്ടേൽ സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ സാമ്പത്തിക സുരക്ഷ ആവശ്യങ്ങൾ പരിഗണിച്ച് നിയമാനുസൃതമായ കുടിയേറ്റം വേണം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതേസമയം അനധികൃത കുടിയേറ്റങ്ങൾ ചെറുക്കണം, അതിർത്തികൾ സംരക്ഷിക്കണം, അതൊക്കെ വളരെ ശക്തമായി തന്നെ അമേരിക്ക ആ നിലപാടുകൾ എടുക്കണം. പക്ഷേ അവിടുത്തെ സാമ്പത്തികമായ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിയമാനുസൃതമായ ഒരു കുടിയേറ്റം അനുവദിക്കണം എന്ന ഒരു നിലപാട് അദ്ദേഹം വയ്ക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പൊതു നിലപാട് ഈ അവിടുത്തെ ഭരണ സംവിധാനം കൺസർവേറ്റീവുകളോട് ഒരു പക്ഷപാതം കാണിക്കുന്നു എന്നാണ്. അപ്പോൾ US സ്ഥാപനങ്ങളെക്കുറിച്ച് ട്രംപ് പല അത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ട്രംപും കശ്യപ് പട്ടേലും വളരെ യോജിച്ച് ഒരു നീക്കം തുടർന്ന് ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ ആശയങ്ങളും വളരെ ഐക്യത്തോടു കൂടി ഉള്ളതാണ്. മറ്റൊരു വിഷയം, ഈ ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമായ ഈ AI അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ ഇന്ത്യയും US തമ്മിൽ ഒരു സഹകരണം വേണം എന്ന് കശ്യപ് പട്ടേൽ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപും മോദിയും തന്ത്രപരമായ ഒരു സഖ്യം രൂപീകരിക്കുകയും ഒരു ആഗോള പങ്കാളിത്തത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും അവരവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഒരു ആഗോളതലത്തിൽ ഒരു സഖ്യം ആകണം എന്ന് അദ്ദേഹം പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ട്രംപിനെയും മോദിയെയും ഒരു ഗ്ലോബൽ ലീഡർ എന്ന തരത്തിൽ ഉയർത്തുമ്പോൾ ട്രംപിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബൈഡൻ ഭരണകൂടത്തിൻ്റെ സമീപനവുമായി എല്ലാ ഘട്ടത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരാളാണ് കശ്യപ് പട്ടേൽ എന്നത് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു നിയമനം ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ കൂടുതൽ ദൃഢപ്പെടുത്തും. മാത്രമല്ല, ഇന്ത്യൻ താല്പര്യങ്ങൾ അമേരിക്കൻ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നും നമുക്ക് വിശ്വസിക്കാം.